ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നൈനുടെയും ആദർശിന്റെയും അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചെറിയ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടും കൂടെ പോണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ 7ാം മാസത്തിലെ കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞു. നമ്മുടെ നയന ഈ ഒരു സമയത്ത് അവിടെ ഇല്ലായിരുന്നു കേട്ടോ. നമ്മുടെ നയന ഈ ഒരു സമയത്തല്ല, ആ 7ാം മാസ ചടങ്ങിന്റെ ഇടയിൽ നമ്മുടെ നയനയെ കനക കൊണ്ടുപോവുകയാണ്. അത് ഇവരുടെ ചെറിയ കള്ളത്തരവൊക്കെ ഒന്ന് പൊളിക്കണം, അതിനുവേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇത് മാക്സിമം നമ്മുടെ അനാമിക അതങ്ങ് പ്രയോജനപ്പെടുത്താണ് കേട്ടോ. അവിടെ നയനയില്ല, നവ്യയില്ല, പിന്നെ നമ്മുടെ മരുമകളായ അനാമിക മാത്രമാണ് ആ വീട്ടിലുള്ളത്. അനാമികയ്ക്ക് കള്ളവും കൗശലവും കാണിക്കാൻ പറ്റിയ ഒരു അവസരമാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അനാമിക കുറച്ച് കള്ളത്തരമൊക്കെ ചെയ്യുകയാണ്. നയനയും നവ്യയും അവിടെ നിന്ന് പോയ സമയം നോക്കി. സമയത്താണ് ദേവയാനിക്കാണെങ്കിൽ ഉറക്കമില്ല, ഊണില്ല, ആ ഒരു അവസ്ഥയാണ് ദേവയാനിക്ക്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ അനാമിക വേണുവിനോട് രേവതിയോടും പറയുന്നത് വേറെ ഒന്നുമല്ല, ഇനി അവള് പോലീസായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം നമ്മുടെ കള്ളത്തരം ഒന്നും നടക്കാൻ പോകുന്നില്ല. ആ നന്ദു നമ്മളെ പിടിച്ചു പൂട്ടും. അതുമല്ല, അറിയാലോ അച്ഛന്റെ കാര്യങ്ങളൊക്കെ. ഈ പരിസരത്തുള്ള എല്ലാ സ്റ്റേഷനിലും അച്ഛന്റെ പേരുണ്ട്. അച്ഛൻ എല്ലാ സ്റ്റേഷനിലും അച്ഛൻ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അച്ഛന്റെ കള്ളത്തരവും ഒക്കെ അറിയാം. അച്ഛന് കുറേ ക്രിമിനൽ കേസൊക്കെ ഉണ്ട്. അപ്പൊ അത് ആര് കണ്ടുപിടിക്കും? നന്ദു കണ്ടുപിടിക്കില്ലേ? അപ്പൊ പിന്നെ എന്താ അച്ഛാ ചെയ്യേണ്ടത്? അതിനു മുമ്പ് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. ഒന്നെങ്കിൽ അവൾ ഈ പോലീസ് യൂണിഫോം ഇടാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കരുത്, അല്ലെങ്കിൽ അതിനു മുമ്പായിട്ട് തന്നെ എനിക്ക് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അപ്പൊ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴാണ്, മോളെ ഇത് പറ്റിയ സമയമാണ്. നിനക്കറിയാലോ, അവിടെ നയനയില്ല, നവ്യയില്ല, പിന്നെ അവിടെ നോക്കാൻ ആരുമില്ല നിന്നെ. പിന്നെ നിന്നെ സ്നേഹിക്കുന്നവരല്ലേ അവിടെ ഉള്ളത്. അപ്പൊ പിന്നെ നീ അവിടെ നിന്ന് ചെന്ന് കണ്ണു വെട്ടിച്ച് എന്ത് ചെയ്താലും ആരും അറിയാൻ പോകുന്നില്ല. ആ തരത്തിലൊന്ന് ചിന്തിക്കുക. അല്ല, അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത്? അല്ല, നമുക്ക് ഈ നന്ദുവിന്റെ പോലീസ് യൂണിഫോം അത് ഒരിക്കലും അവൾ ഇടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പം കുറച്ച് പൈസ ഇറക്കേണ്ടി വരും. ആരെങ്കിലും ഏൽപ്പിച്ചിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് പോയി ഡയറക്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവളെ തട്ടിക്കളഞ്ഞാലും വേണ്ടില്ല. ഏതായാലും അവള് പോലീസ് യൂണിഫോം ഇട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കള്ളത്തരവും നടക്കില്ല. അത് മോള് പറഞ്ഞത് 100% ശരിയാ. എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, അവളെ അങ്ങോട്ട് തട്ടാം. അവളെ തട്ടണമെങ്കിലും കൊട്ടേഷൻ ടീമുകൾക്കൊക്കെ ഇപ്പം എത്ര പൈസ കൊടുക്കണമെന്ന് അറിയാമോ? ഏതായാലും 1 ലക്ഷത്തിലോ 5 ലക്ഷത്തിലോ ഒന്നും ഒതുങ്ങില്ല, കൊല്ലാനാ. അപ്പൊ അതും കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് പൈസ വേണ്ടി വരും. ഒരു 10-25 ലക്ഷമെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കത്തുള്ളൂ. അല്ല അച്ഛാ, ഇതും എല്ലാ പ്രാവശ്യത്തെ പോലെ പാളി പോവോ? അങ്ങനെയാണെങ്കിലേ പറഞ്ഞിട്ട് കാര്യമില്ല. പാളി പോവില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഏതായാലും ഒരു തീനെ കൊല്ലണം. എന്നാ പിന്നെ മറ്റേ 2 കൂടി എങ്ങനെയെങ്കിലും കൊന്നില്ലേലും കുഴപ്പമില്ല, എവിടെയെങ്കിലും ഒന്ന് തളർത്തി കിടത്ത മനുഷ്യന് സമാധാനം കിട്ടും. അല്ലെങ്കിൽ അഹങ്കാരം പിടിച്ച് നടക്കാം. അറിയാലോ, നവ്യ ഇനി ഒരു കുഞ്ഞുമായിട്ടും കൂടി ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ പറയേണ്ട കാര്യമില്ല, അവളെ എല്ലാവരും എടുത്ത് തലേ ചുമന്നോട്ട് നടക്കും. ഓൾറെഡി ഇപ്പം നയനെ എല്ലാവരും എടുത്ത് തലേ ചുമന്നോട്ട് നടക്കാം. അപ്പൊ ഏതായാലും ഞാനൊന്ന് നോക്കട്ടെ, ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. അല്ല, പൈസ ഏതുവഴി ഉണ്ടാക്കുന്ന ഞാൻ ചിന്തിക്കുന്നത്. മോളെ സിമ്പിളല്ലേ, ഈ പറയുന്ന നയനയ്ക്ക് ഇപ്പൊ എടുപ്പത് സ്വർണ്ണമില്ലേ? അവിടെ ഈ സ്വർണ്ണമായിട്ടൊന്നും അല്ലല്ലോ ഇപ്പൊ വീട്ടിലേക്ക് പോയിരിക്കുന്നത്. അവളുടെ റൂം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ട് സ്വർണവും പണവും ഒക്കെ കാണും. അവളിപ്പം കോടിക്കണക്കിന് രൂപയല്ലേ സമ്പാദിക്കുന്നത്. അതും മാത്രമല്ല, മുത്തശ്ശിയും മോക്ക് ദേവയാനി സ്വർണം തന്നപ്പോൾ അവക്കും കൊടുത്തിരുന്നല്ലോ. അപ്പൊ അതൊക്കെ ഏതായാലും അവളുടെ റൂമിലെ ലോക്കറിനകത്ത് കാണും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പൊ നയനെ അവിടെ ഇല്ല, ആദർശാണെങ്കിൽ പകൽ അവിടെ ഇല്ല. ഇനിയിപ്പൊ രാത്രിയാണെങ്കിലും ആദർശ് വൈകിയേ വരത്തുള്ളൂ, നയന ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ മോൾക്ക് കിട്ടിയ ചാൻസ് പാഴാക്കരുത്. അവിടെ CCTV വല്ലതും ഉണ്ടോ? അത് പിന്നെ ഇവിടെ നമ്മുടെ വീടിനകത്ത് CCTV ഒന്നും വെച്ചിട്ടില്ല, പുറത്ത് മാത്രമേ വെച്ചിട്ടുള്ളൂ. അച്ഛാ, എനിക്ക് പിന്നെ സിമ്പിൾ അല്ലേ കാര്യങ്ങളൊക്കെ. മോളൊരു കാര്യം ചെയ്യും, ഇന്ന് രാത്രി തന്നെ മോള് ആ മുറി പോയി പരിശോധിച്ച് എവിടെയാണ് സ്വർണം ഇരിക്കുന്നതെന്നൊക്കെ തിട്ടപ്പെടുത്തുക. അല്ലെങ്കിൽ ഇന്ന് പകല് തന്നെ മുറി കയറി അങ്ങോട്ട് തിട്ടപ്പെടുത്തിക്കോ. വല്ല താക്കോലും എവിടെയെങ്കിലും ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. സാധാരണ എല്ലാവരുടെയും കട്ടലിൻ്റെ അടിയിലും അല്ലെങ്കിൽ അവിടെ ആ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. ട്രോമേശ ഉണ്ടെങ്കിൽ ട്രോമേശയ്ക്കകത്ത് അങ്ങനെയൊക്കെ ആയിരിക്കും.
അപ്പൊ മോളൊരു കാര്യം ചെയ്യണം, ആദ്യം ഇതെല്ലാം ഒന്ന് തപ്പണം, തപ്പി പെറക്കിയിട്ട് താക്കോല് കണ്ടുപിടിച്ച് വെച്ചിട്ട് നൈറ്റ് മോള് കയറി എടുക്ക്. പിന്നെ അവിടെ ഈ സ്വർണം വെച്ചോണ്ടിരിക്കാൻ പാടില്ല. സ്വർണമോ പൈസയോ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ അച്ഛനെ വിളിക്കണം. അച്ഛൻ ഷടേ പടയെന്ന് പറന്ന് അവിടെ എത്തും. 12 മണി എനിക്ക് നീ ആ സ്വർണം എടുത്ത് തന്നാൽ മതി, ഞാനത് സിമ്പിളായിട്ട് കൊണ്ടുപോയി വിൽക്കാം. വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പൈസ നമ്മുടെ കയ്യിൽ കിട്ടൂലോ. അല്ലച്ചാ, പിടിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാവില്ലേ? ഇതുവരെ നീ സ്വർണം അവിടെ നിന്ന് മോഷ്ടിച്ചിട്ട് ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മള് അന്ന് ആ ഒരു 100 പവൻ സ്വർണത്തിൽ ഒരു നെക്ലേസ് എടുത്തു, അത് പിടിച്ചില്ല. അതുമല്ല, ഇപ്പം നയനയുടെ തലയിൽ കെട്ടിവെക്കാൻ പറ്റിയ ചാൻസാ. അവള് വീട്ടിൽ പോയപ്പോൾ അവളുടെ വീട്ടുകാർക്ക് സ്വർണം എല്ലാം കൊണ്ട് കൊടുത്തു, പണം എല്ലാം കൊണ്ട് കൊടുത്തു. അതും കൊണ്ട് തന്നെ അങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് പരത്തണം. മോള് പറഞ്ഞ് പരത്തുമ്പം അത് ജാനകിയും ഏറ്റുപിടിക്കും, ജലജയും ഏറ്റുപിടിക്കും. പിന്നെ അതങ്ങ് തേഞ്ഞു മാഞ്ഞു പൊക്കോളും. ഇപ്പം നമുക്ക് ആവശ്യം ആ നന്ദുവിന്റെ തല വെട്ടുക എന്നുള്ളതല്ലേ. ഇതിപ്പം നമുക്ക് ചെയ്യാം. അതിന് ഈ പൈസ മോളെ എവിടെന്നെങ്കിലും ഒപ്പിച്ചുകൊണ്ട് വന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പം എങ്കിൽ പിന്നെ ശരി അച്ഛാ, അച്ഛൻ ഫോൺ വെക്കേ എന്ന് പറയാം. ഈ സമയത്താണെങ്കിൽ നമ്മുടെ അനാമിക പതിയെ പതിയെ നേരെ ചെല്ലുകയാണ്. പരിസരമൊക്കെ നോക്കിയിട്ടാട്ടോ ചെല്ലുന്നത്. അപ്പൊ അവിടെയൊന്നും ആരുമില്ല. പതുക്കെ റൂമിൽ കയറിയിട്ട് എന്ത് ചെയ്തു, റൂമിൽ നിന്ന് നേരെ അകത്തേക്ക് കയറിയിട്ട്, റൂമിൽ നിന്നല്ല, നേരെ റൂമിനകത്തേക്ക് കയറിയിട്ട് അവിടെയുള്ള പരിസരത്ത് എല്ലാം തപ്പുവാണ്, പരിശോധിക്കുകയാണ്. അപ്പൊ അവിടെ എല്ലാവരുടെ റൂമിൽ ഒരു ലോക്കറുണ്ട്. ഇവര് കോടിക്കണക്കിനൊക്കെ പൈസ ഉള്ളവരല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരുടെ റൂമിൽ ഒരു ലോക്കറുണ്ട്. അപ്പൊ അങ്ങനെ ആ ലോക്കർ കണ്ടുപിടിച്ചു. പക്ഷെ അതിന്റെ താക്കോല് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. മാക്സിമം അവിടെ ഇവിടെയൊക്കെ തപ്പി, അലമാരയൊക്കെ തപ്പിയപ്പോഴത്തേക്കും നമ്മുടെ നയനയുടെയും ആദർശിന്റെയൊക്കെ ഡ്രസ്സിന്റെ അടിയിൽ ഇരിക്കുകയാണ് ഈ താക്കോൽ അങ്ങനെ കൈക്കലാക്കിയിട്ട് നേരെ വെളിയിലേക്ക് വന്നു. അപ്പൊ അനാമിക ഈ റൂമിന്റെ പരിസരത്ത് കിടന്ന് കറങ്ങുകയും ആ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് നമ്മുടെ വസന്തര കണ്ടു. വസന്തര കണ്ടിട്ട് വസന്തര ചോദിച്ചു, മോളെന്തിനാ ഇപ്പൊ ആ റൂമിൽ കയറിയത്? അത് പിന്നെ ഞാനേ റൂമൊക്കെ എല്ലാം ഒന്ന് തുടച്ച് നീറ്റാക്കാന്ന് ഓർത്തായിരുന്നു. അതുകൊണ്ട് എല്ലാ റൂമും ഒന്ന് കയറി നോക്കുക, എന്തോരം ക്ലീൻ ചെയ്യണമെന്നൊന്നും അറിയില്ലല്ലോ. അല്ല മോളെ, മീനാക്ഷി ഉണ്ടല്ലോ ക്ലീൻ ചെയ്യാനായിട്ട്. അല്ല, ഇത് മേളിലത്തെ നിലയായോണ്ട് തന്നെ മീനാക്ഷി ഇങ്ങോട്ട് കയറി വരാറില്ല. അതും നയനയുടെ റൂമാണല്ലോ. നയനയെടുത്ത് ഈ റൂം വേറെ ആരെ കൊണ്ടും തുടപ്പിക്കാറുമില്ല. അപ്പൊ പിന്നെ ആദർശേട്ടനും ഒറ്റയ്ക്കാണെന്ന് കരുതി നമുക്കങ്ങനെ തുടച്ചിടാതിരിക്കുന്നത് ശരിയല്ലല്ലോ. മോൾക്ക് ഇത്രയും വിവരവും ബോധമൊക്കെ ഉണ്ടോ? അല്ല, നമ്മുടെ മര്യാദ അതാണല്ലോ. അതുകൊണ്ട് ഞാൻ ഓർത്തു ഞങ്ങളുടെ റൂം തുടച്ചപ്പം എന്നാ പിന്നെ നയനേടത്തിയുടെ ഒക്കെ റൂമും കൂടെ തുടയ്ക്കാന്നാ ഓർത്തത്. പക്ഷേ റൂം നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത്. അല്ലെങ്കിലും അങ്ങനെയാ മോളെ, നയന എന്നും തുടയ്ക്കുന്നത് മാത്രമല്ല, അവളെല്ലാം അടുക്കും ചിട്ടിയോടും കൂടിയാ ചെയ്യുന്നത്. എല്ലാം കറക്റ്റ് സ്ഥാനത്ത് കറക്റ്റായിട്ട് തന്നെ വെച്ചേക്കും. അതെനിക്ക് കണ്ടു മനസ്സിലായി. മോളും അത് കണ്ടു പഠിക്കണം കേട്ടോ. അതിനെന്താ മുത്തശ്ശി, ഞാനത് കണ്ട് പഠിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ അനാമികയുടെ ഈ മാറ്റം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വസന്തരയ്ക്കും സന്തോഷം, എല്ലാത്തിനും ആ സമ്മതമൊക്കെ മൂളി. പക്ഷേ ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മുടെ അനാമിക എല്ലാത്തിനും തല കുലുക്കി നിന്നത്. ഏതായാലും അനാമിക എന്ത് ചെയ്തു, ഈ താക്കോലൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് നേരെ രേവതിനെ വിളിക്കുകയാണ്. രേവതിനെ വിളിച്ചിട്ട്, അമ്മയെ കിട്ടിപ്പോയി, അമ്മയെ താക്കോല് കിട്ടിപ്പോയി. ആണോ മോളെ, സത്യമാണോ? അതേമേ, താക്കോല് കിട്ടി. ഏതായാലും അച്ഛനോട് രാത്രി ഒരു 12 മണിയാകുമ്പോഴത്തേക്കും അവിടെ നിന്ന് തിരിക്കാൻ പറ. അപ്പൊ ഇവിടെ 12:30 ആകുമ്പോൾ എത്തും. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം ആദർശേട്ടൻ നല്ല ഉറക്കമായിരിക്കും. അതുമാത്രമല്ല, ആദർശേട്ടൻ ഇന്ന് വൈകിട്ട് ഓഫീസിൽ തങ്ങാനാണ് ചാൻസ് കൂടുതൽ. നയന ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരില്ലായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അവളുടെ വീട്ടിലേക്കും പോകും. അതുകൊണ്ടേ ഇന്ന് ഉറപ്പായിട്ടും ഇതെടുക്കാൻ പറ്റും. അവളുടെ ലോക്കറിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ലോക്കറിനകത്ത് ഒന്നും ഇല്ലേന്നും അറിയില്ല. പൂട്ടി വെച്ചത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. ഏതായാലും ഞാനും ഒന്ന് പരിശോധിക്കാന്നൊക്കെ പറയുക. ഈ സമയത്താണ് നമ്മുടെ ദേവയാനിക്ക് നിക്കക്കള്ളി ഇല്ലാട്ടോ. ദേവയാനി ആണെങ്കിൽ നയനെ കാണാത്തോണ്ട് ഉറക്കവും ഇല്ല, ഊടും ഇല്ലാത്ത രീതിയിൽ നടക്കാണ്. എന്നിട്ട് ഇടയ്ക്ക് നമ്മുടെ വസന്തിനോട് ചെന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, കെട്ടിച്ചു വിട്ട പെണ്ണിനെ ഇവിടെ കൊണ്ട് നിർത്തല്ലേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബന്ധം ഉപേക്ഷിച്ച് അവളോട് പോകാൻ പറ. ഇതിപ്പോ ആദർശം ഇവിടെ വരുന്നില്ല, എൻ്റെ മോനെ എനിക്ക് കാണാൻ പോലും പറ്റുന്നില്ല. 2-3 ദിവസത്തേനാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായി. ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷയം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി വസന്തരോട് പറഞ്ഞപ്പോഴത്തേക്കും വസന്തര പറഞ്ഞു, നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ അവളെ പോയി വിളിച്ചോണ്ട് വാ. വീണ്ടും എന്നെ അവളുടെ മുമ്പിൽ മുട്ടുകുത്തിക്കാനാണോ അമ്മയൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്? ഒരു പ്രാവശ്യം നിങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ട് വന്നത്. എൻ്റെ മോൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. അവന് ഓഫീസിലാണെന്നും പറഞ്ഞ് ഇനി അവളുടെ അടുത്താണോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് എനിക്കിതൊന്നും കാണാനും സഹിക്കാനും കേൾക്കാനും പറ്റില്ല. എത്രയും പെട്ടെന്ന് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. അത് ആരാണെങ്കിലും പോയി കൂട്ടിക്കൊണ്ട് വരണം. അവളെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നെങ്കിൽ അവൾ ഇവിടെയാണ് നിൽക്കേണ്ടത്. അതുമാത്രമല്ല, മൂർത്തീസ് ജ്വല്ലറിയിലൊക്കെ അവൾ പോകേണ്ടതല്ലേ. അവളുടെ വീട്ടിൽ പോയി അട്ടിപ്പേര് കയറുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതൊന്നും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ഭയങ്കര രോക്ഷകൂലതയായിട്ട് നടക്കുകയാണ്. ഏതായാലും ഉറക്കമില്ലാത്ത നമ്മുടെ ദേവയാനി കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാലും വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ
അനാമിക എല്ലാവരും ഉറങ്ങിയോ എന്നൊക്കെ കയറി പോയി നോക്കിയിട്ട് നേരെ നമ്മുടെ നയനയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. നയനയുടെ റൂമിലേക്ക് അപ്പൊ അരിയൊക്കെ നല്ല ഉറക്കം പിടിച്ചു കേട്ടോ. അപ്പൊ നയനയുടെ റൂമിലേക്ക് ചെന്നു. നയനയുടെ റൂമിലേക്ക് ചെന്നിട്ട് ആ ലോക്കർ തുറന്നപ്പം നമ്മുടെ അനാമികയുടെ കണ്ണ് തള്ളിപ്പോയി. അതുപോലെ സ്വർണങ്ങളും പൈസയൊക്കെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ആദർശിന്റെ അതിനകത്ത് കാണുമായിരിക്കും. ഇവര് സെപ്പറേറ്റ് ആയിട്ടല്ലല്ലോ വെക്കണത്. അപ്പൊ ഏതായാലും ഒരു തുണിക്കെട്ടിനകത്ത് ഈ പൈസയും സ്വർണവും എല്ലാം മന്ദബുദ്ധിയാന്ന് ഓർത്തണം. ഇത് ഫുള്ള് വാരുകയാണ്. ഇത് ഫുള്ള് അതിനകത്തുനിന്ന് വാരി തുണിയിൽ കെട്ടി ഒരു കവറിലാക്കി നേരെ എന്ത് ചെയ്തു, വേണു ഈ സമയത്ത് വന്നു. വേണുവിന് കൊണ്ട് കൊടുക്കാനായിട്ട് ഇറങ്ങിപ്പോയി. അപ്പം പെട്ടെന്ന് നമ്മുടെ ഈ ദേവയാനിക്ക് ഉറക്കമില്ലാത്തത് കൊണ്ട് ദേവയാനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാം. അപ്പം ദേവയാനി ഫുള്ളായിട്ട് കണ്ടില്ല. ഒരു മിന്നായം പോലെ നമ്മുടെ അനാമിക അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ വേണുവിനെ കണ്ടില്ല. പക്ഷെ ഒരു വണ്ടി സ്റ്റാർട്ടായിട്ട് പോകുന്ന പോലെ തോന്നുകയും ചെയ്തു. അപ്പൊ പെട്ടെന്ന് ദേവയാനി ഇറങ്ങി വന്നിട്ട് അനാമികയോട് ചോദിച്ചു, എന്ത് പറ്റി അനാമിക, നീ ഈ രാത്രി ഇതിലെ ഇറങ്ങി നടക്കുന്നത്? നിനക്ക് എന്താ വല്ല തലയ്ക്ക് വല്ല വട്ടുമുണ്ടോ? അല്ലമ്മേ, ഭയങ്കര ചൂടാമ്മേ. റൂമിനകത്ത് ചൂട് കാരണം ഒരു രക്ഷമില്ല. ഇതെന്തൊരു ചൂടാ. അതുകൊണ്ട് ഞാൻ വെളിയിലേക്ക് ഇറങ്ങി നടക്കാന്ന് ഓർത്തതാ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നയന അവിടെ ഇരുന്ന് എന്തൊക്കെയോ വരച്ചു കുറിക്കുന്നത് കണ്ടത്. അതുകൊണ്ട് അന്ന് എനിക്ക് ഒന്ന് സ്വസ്ഥമായിട്ട് വെളിയിലിറങ്ങാൻ പറ്റിയില്ല. എന്നാലും അവിടെ ഇല്ലാത്തത് കൊണ്ട് അവളുടെ തിരുമോന്ത കാണുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. അല്ല, ഇപ്പൊ ഏതെങ്കിലും വണ്ടി ഇവിടെ വന്നായിരുന്നോ? ഇല്ല, വണ്ടി വന്നില്ല. സത്യം പറ. അല്ല, ഇപ്പൊ ഏതോ വണ്ടി ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ടല്ലോ. അത് ഞാനും ശ്രദ്ധിക്കുമായിരുന്നു. ഒരു വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. എനിക്കറിയില്ല ആരാ എന്താണെന്നൊന്നും. ഞാൻ ഏതായാലും ഇവിടെ വന്ന് ഇച്ചിരി കാറ്റൊക്കെ കൊണ്ട് ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പം ഈ പാതിരാത്രി നിനക്ക് വട്ടമുണ്ടോ അനാമിക? നിന്റെ റൂമിനകത്ത് AC ഇല്ലേ? പിന്നെന്താ? അവിടെ എന്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും നടക്കുവോ? അനിയുടെ ഇഷ്ടത്തിലല്ലേ നടക്കത്തുള്ളൂ. അനിക്ക് AC വേണ്ടത്രേ. അതുകൊണ്ട് അനി AC ഓണാക്കിയില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? എനിക്ക് അവിടെ കിടന്ന് വട കൂടാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്, കാറ്റ് കൊള്ളാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. ഏതായാലും രക്ഷപ്പെട്ടു നമ്മുടെ അനാമിക. ഈ സമയത്ത് ദേവയാനിക്ക് മറ്റു സംശയങ്ങളൊന്നും തോന്നിയിട്ടുമില്ല. പക്ഷേ നമ്മുടെ നയന വന്ന് നോക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവിടെ സ്വർണ്ണമില്ല, പൈസയില്ല, ഒന്നുമില്ല. ഏതായാലും വലിയ പ്രശ്നം തന്നെ ആയി മാറും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ നാളത്തെ കഥയിൽ ഞാൻ പറയാട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇനി ഒത്തിരി മുന്നിലേക്ക് കഥ അങ്ങോട്ട് പറയാതെ പോകുന്നത്. ഒത്തിരി മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ ആദ്യമായിട്ട് കേൾക്കുന്നവർക്കൊക്കെ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ വരും കേട്ടോ. ഇതെന്താണ്, ഇത് എവിടെയാണ്, എങ്ങും എത്താതെ കഥ പറയുന്നതെന്നൊക്കെ ഓർക്കും. അപ്പൊ അതുകൊണ്ടാണ് ഒത്തിരി ഫ്രണ്ടിലേക്ക് ഞാനിപ്പം കഥ പറഞ്ഞങ്ങ് പോകാത്തത് കേട്ടോ. ഏതായാലും കാത്തിരിക്കുക. അടിപൊളി വിശേഷവുമായിട്ട് നമുക്ക് ഇതേ സമയത്ത് നാളെ കാണാം. പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയുടെ അപ്കമിങ് വിശേഷങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഞാൻ സമയം അനുസരിച്ച് അത് ഇടാം കേട്ടോ. കുറെ പേരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അത് ഇടുക എന്ന് പറഞ്ഞിട്ട് എന്താ ഇടാത്തതെന്ന്. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ അങ്ങ് മാറി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഓവറായിട്ട് എനിക്ക് ഒത്തിരി സ്ട്രെയിറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കഥയിലൊക്കെ ഇപ്പോൾ ഒതുക്കി നിർത്തിയേക്കുന്നത്. ഏതായാലും ഞാൻ രേവതിയുടെ സച്ചിയുടെ അപ്കമിങ് വിശേഷം ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ കഥ ഇന്നോ നാളെയോ വരുന്ന കഥയല്ല കേട്ടോ. ഇന്നും നാളെയും വരുന്ന കഥ നമ്മുടെ മെയിൻ ചാനലിലാണ് നമ്മൾ ഇടുന്നത്. അപ്പം ലിങ്ക് വേണ്ടവർ ചോദിച്ചാൽ മതി. അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.